മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു നീക്കത്തിലൂടെ സുപ്രീം കോടതിയിൽ അഭിഭാഷക വേഷമണിഞ്ഞ് നേരിട്ടെത്തിയ വാർത്ത ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ബംഗാളിലെ സെലക്ടീവ് ഇൻക്രിമെന്റൽ റവന്യൂ സംവിധാനത്തിനെതിരായ ഹർജിയിലാണ് മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉപരിയായി മമത എന്ന അഭിഭാഷകയെ രാജ്യം കണ്ടത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാർ നിയമ പോരാട്ടങ്ങൾക്കായി പ്രഗത്ഭരായ മുതിർന്ന അഭിഭാഷകരെ നിയോഗിക്കുന്ന പതിവ് രീതികളിൽ നിന്ന് വിഭിന്നമായി കറുത്ത ഗൗണും ബാൻഡും ധരിച്ച് കോടതി മുറിയിൽ നിലയുറപ്പിച്ച മമതയുടെ നടപടി ജനാധിപത്യ പ്രക്രിയയിലെ വേറിട്ട കാഴ്ചയെ മാറി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെയാണ് തനിക്ക് വാദിക്കാൻ 10 മിനിറ്റ് സമയം അനുവദിക്കണമെന്ന് മമത അഭ്യർത്ഥിച്ചത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, മറിച്ച് തന്റെ ജനതയുടെ ശബ്ദമായി കോടതിയെ സമീപിക്കുന്നു എന്ന മമതയുടെ വാക്കുകൾ കോടതി അംഗീകരിക്കുകയും അവർക്ക് വാദമുഖങ്ങൾ നിരത്തുവാൻ അവസരം നൽകുകയും ചെയ്തു. വാദം ആരംഭിച്ചപ്പോൾ തന്നെ താൻ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല, മറിച്ച് ബംഗാളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രയാസങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനാണ് എത്തിയതെന്ന് മമത വ്യക്തമാക്കി. ബംഗാളിലെ വോട്ടർമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഓരോന്നായി അക്കമിട്ട് നിരത്തുന്നതായിരുന്നു അവരുടെ പ്രസംഗം. SIR സംവിധാനത്തിന്റെ നടപ്പിലാക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് അവർ ഗൗരവകരമായ പരാമർശങ്ങൾ നടത്തി. ഈ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം 100-ലധികം പേർക്ക് ജീവൻ നഷ്ടമായെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരവും മമത കോടതിയിൽ പങ്കുവച്ചു. തന്റെ വാദങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതി കാണിച്ച മര്യാദയ്ക്കും തനിക്ക് അനുവദിച്ചു നൽകിയ സമയത്തിനും ചീഫ് ജസ്റ്റിസിനോട് മമത ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തി.